ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇടയ്ക്കിടയ്ക്ക് കയറി വരാറുള്ള ഒരു ചാനലാണ് വില്ലേജ് ഫുഡ് കേരള. 5-6 സ്ത്രീകൾ ചേർന്ന് പറമ്പിൽ വലിയ അടുപ്പൊക്കെ കൂട്ടി വലിയ പാത്രങ്ങളൊക്കെ വെച്ച് പാചകം ചെയ്യുന്നതാണ് ഇവരുടെ ഒരു രീതി. പാലക്കാടുകാരാണെന്നറിയില്ല, ഇവരുടെ സംസാരത്ത് പാലക്കാടൻ ഭാഷയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ പാലക്കാടിൻ്റെ നാടൻ റെസിപ്പികളാണ് ഇവർ കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത്. ഇന്നത്തെ തലമുറയ്ക്ക് അധികം പരിചയമില്ലാത്ത റെസിപ്പികളാണ് ഇവർ കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത്. ഒരു തമിഴ് സ്റ്റൈലിലുള്ള ഒരു അവതരണ രീതിയാണ് ഇവരുടേത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ട്, അവതരണത്തെക്കുറിച്ചും ചിലപ്പോൾ റെസിപ്പിയെക്കുറിച്ചും. വീഡിയോന് വേണ്ടി പാചകം ചെയ്യുക എന്നതിനപ്പുറം ഇത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന കമൻസൊന്നും ഇവർ അത്ര ശ്രദ്ധിക്കാറില്ല തോന്നുന്നു. ഒന്നിനും ഒരു റിപ്ലൈയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിൽ വന്ന ഒരു കമൻറ്റ് പറയണം, നിങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം, നിങ്ങൾ തന്നെ കഴിക്കണം, നിങ്ങൾ തന്നെ നന്നായിട്ടുണ്ട് പറയണം എന്നുള്ളതാണ്. ഇത്രയും വലിയ അളവിൽ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും ഇവർ 5-6 പേര് കഴിച്ചുകൊണ്ട് ആ ഭക്ഷണം തീരില്ല. ഇവർ ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ടാവും. ആ കൊടുക്കുന്നതും ഇത് വാങ്ങി കഴിക്കുന്നവരെയും വീഡിയോൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാവാം അവരതൊന്നും കാണിക്കാത്തത്. പറയുന്നവരും അതൊന്നും മനസ്സിലാക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇവരുടെ റെസിപ്പികൾ ഇവർ മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല. എന്നാൽ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് വെക്കാൻ ആഗ്രഹമാണ് എന്നുള്ള ഒരു റെസിപ്പി ഞാനിന്ന് ട്രൈ ചെയ്തു. എണ്ണ കത്തിരിക്ക പറയും, അല്ലെങ്കിൽ മസാല കത്തിരിക്ക പറയും. സംഭവം വഴുതനങ്ങ കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതായിരുന്നു. മട്ടരി ചോറുണ്ട്, എണ്ണ കത്തിരിക്ക ഉണ്ട്, മോരുകറിയുണ്ട്, ബീട്രൂട്ട് പച്ചടിയുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്. അപ്പോൾ ഞാനിത് എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഫുൾ വീഡിയോ ആയിട്ട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.